ഒരു നഗരത്തിന് അതിൻ്റേതായ ഒരു ആത്മാവുണ്ടാകും. ആ ആത്മാവ് തൊട്ടറിയണമെങ്കിൽ മുംബൈ എന്ന സ്വപ്നനഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് എന്ന റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ ചെന്ന് നിൽക്കണം. ഒരു റെയിൽവേ സ്റ്റേഷൻ എന്നതിനപ്പുറം കോടിക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങൾക്കും ചരിത്ര നിമിഷങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു വാസ്തുവിദ്യ അത്ഭുതമാണ് ഈ കെട്ടിടം. കല്ലിൽ കൊത്തിയെടുത്ത ഒരു പ്രൗഢഗംഭീരമായ കാവ്യം പോലെ അത് ഇന്നും മുംബൈ നഗരത്തിന്റെ നെറുകയിൽ തലയുയർത്തി നിൽക്കുന്നു. നമുക്ക് ചരിത്രത്തിന്റെ താളുകളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ഇന്ത്യയിൽ ആദ്യമായി ഒരു പാസഞ്ചർ ട്രെയിൻ പാഞ്ഞോടിയത് 1853 ഏപ്രിൽ 16 അന്ന് ബോംബെയിലെ ബോറി ബന്ദർ എന്നറിയപ്പെട്ടിരുന്ന ഒരു ചെറിയ സ്റ്റേഷനിൽ നിന്നാണ് താനെയിലേക്കുള്ള ആ ചരിത്രയാത്ര ആരംഭിച്ചത്. പിൽക്കാലത്ത് ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുല റെയിൽവേയുടെ ആസ്ഥാനമായി ഈ പ്രദേശത്തെ മാറ്റാൻ ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചു. അങ്ങനെ വിക്ടോറിയ രാജ്ഞിയുടെ ഭരണത്തിന്റെ സുവർണ ജൂബിലി ആഘോഷവേളയിൽ 1878 ആരംഭിച്ച് നീണ്ട 10 വർഷത്തെ കഠിനാധ്വാനത്തിനൊടുവിൽ 1888 മെയ് മാസത്തിൽ ഈ കൊട്ടാരസദൃശ്യമായ മന്ദിരം പൂർണ്ണമായും തുറക്കപ്പെട്ടു. വിക്ടോറിയ രാജ്ഞിയോടുള്ള ആദരസൂചകമായി ഇതിന് വിക്ടോറിയ ടെർമിനസ് അല്ലെങ്കിൽ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന VT എന്ന പേര് നൽകി. കാലങ്ങൾ മാറിമറിഞ്ഞപ്പോൾ 1996 മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ഛത്രപതി ശിവജി മഹാരാജിന്റെ ബഹുമാനാർത്ഥം ഈ സ്റ്റേഷന്റെ പേര് ഛത്രപതി ശിവജി ടെർമിനസ് CST എന്നാക്കി മാറ്റി. പിന്നീട് 2017 പേരിനൊപ്പം മഹാരാജ് എന്നുകൂടി ചേർത്ത് ഇന്നത്തെ രൂപത്തിലാക്കുകയായിരുന്നു. 2004 ഈ കെട്ടിടത്തിന്റെ ചരിത്രപരവും വാസ്തുവിദ്യാപരവുമായ പ്രാധാന്യം കണക്കിലെടുത്ത് യുനെസ്കോ ഇതിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി ആദരിച്ചു. ബ്രിട്ടീഷ് ശില്പിയായ ഫ്രെഡറിക് വില്യം സ്റ്റീവൻസിന്റെ ഭാവനയിലാണ് ഈ വിക്ടോറിയൻ ഗോതിക് റിവൈവൽ ശൈലിയിലുള്ള കെട്ടിടം രൂപമെടുത്തത്. യൂറോപ്യൻ ഗോതിക് വാസ്തുവിദ്യയും ഇന്ത്യയുടെ പരമ്പരാഗത മുഗൾ രാജപുത്ര ശൈലികളും ഒത്തുചേരുന്ന ഇന്തോ സാരാസനിക് വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. ഇതിന്റെ യഥാർത്ഥ ഭംഗി ഒളിഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ കൽച്ചുമരുകളിലാണ്. കെട്ടിടത്തിന്റെ മുകളിലേക്ക് നോക്കിയാൽ ഗാംഭീര്യത്തോടെ നിൽക്കുന്ന ഒരു വലിയ കേന്ദ്ര കുംഭഗോപുരം അഥവാ സെൻട്രൽ ഡോം കാണാം. ഈ കുംഭഗോപുരത്തിന് മുകളിൽ പുരോഗതിയുടെ പ്രതീകമായി കയ്യിൽ ഒരു ചക്രമേന്തി നിൽക്കുന്ന ഒരു സ്ത്രീരൂപമുണ്ട്. ഇതാണ് സ്റ്റാച്യു ഓഫ് പ്രോഗ്രസ്. കെട്ടിടത്തിന്റെ പ്രവേശന കവാടത്തിൽ ബ്രിട്ടനെ സൂചിപ്പിക്കുന്ന സിംഹത്തിന്റെയും ഇന്ത്യയെ സൂചിപ്പിക്കുന്ന പുലിയുടെയും വലിയ ശില്പങ്ങൾ കാവൽ നിൽക്കുന്നത് കാണാം. തൂണുകളിലും ചുമരുകളിലും പീലി വിടർത്തിയ മയിൽ, കുരങ്ങുകൾ, പക്ഷികൾ തുടങ്ങിയ മൃഗങ്ങളുടെ രൂപങ്ങൾ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത് കാണുമ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഇന്ത്യൻ കരകൗശല തൊഴിലാളികളുടെ വിരൽത്തുമ്പിലെ മാന്ത്രികതയെ നാം ഓർത്തുപോകും. പ്രശസ്തമായ സർ ജെ സ്കൂൾ ഓഫ് ആർട്സിലെ വിദ്യാർത്ഥികളാണ് ഇതിന്റെ കൊത്തുപണികളിൽ ഭൂരിഭാഗവും ചെയ്തത് എന്നത് ഇതിന്റെ ഇന്ത്യൻ ബന്ധത്തെ അടിവരയിടുന്നു. ഇതിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക സ്റ്റാർ ചേംബർ എന്നറിയപ്പെടുന്ന ടിക്കറ്റ് കൗണ്ടർ ഹാളാണ്. മുകളിൽ നക്ഷത്രങ്ങൾ പതിച്ച ആകാശത്തെ അനുസ്മരിപ്പിക്കുന്ന വിധാനവും താഴെ ഇറ്റാലിയൻ മാർബിളും ആഭരണങ്ങൾ പോലെ തിളങ്ങുന്ന സ്റ്റെയിൻഡ് ഗ്ലാസ് ജനലുകളും ചേരുമ്പോൾ അതൊരു റെയിൽവേ സ്റ്റേഷനാണെന്ന് വിശ്വസിക്കാൻ പ്രയാസം തോന്നും. മുകളിലത്തെ നിലകളിലേക്ക് നയിക്കുന്ന വലിയ ഗോവണിയുടെ കൈവരികൾ പൂർണ്ണമായും കല്ലിൽ കൊത്തിയെടുത്ത പുഷ്പരൂപങ്ങളാൽ അലങ്കരിച്ചതാണ്. ചരിത്രത്തിൽ താൽപ്പര്യമുള്ളവർക്കായി ഇവിടെ ഒരു ഹെറിറ്റേജ് മ്യൂസിയവും പ്രവർത്തിക്കുന്നുണ്ട്. പഴയകാല ടെലിഗ്രാഫ് മെഷീനുകളും ബ്രിട്ടീഷ് കാലത്തെ ഫർണിച്ചറുകളും റെയിൽവേ ഉപകരണങ്ങളും കാണുമ്പോൾ നാം അറിയാതെ ഒരു നൂറ്റാണ്ട് പുറകോട്ട് സഞ്ചരിക്കും. സ്ലംഡോഗ് മില്യണയർ എന്ന വിഖ്യാത സിനിമയിലെ ജയ് ഹോ എന്ന ഗാനരംഗത്തിലൂടെ ഈ സ്റ്റേഷന്റെ ഉള്ളിലെ മനോഹരമായ പ്ലാറ്റ്ഫോമുകൾ ലോകമെമ്പാടുമുള്ള സിനിമാപ്രേമികളുടെ മനസ്സിൽ പതിഞ്ഞതാണ്. ഇന്ന് ആകെ 18 പ്ലാറ്റ്ഫോമുകളുമായി ഇന്ത്യൻ റെയിൽവേയുടെ സെൻട്രൽ സോണിന്റെ ആസ്ഥാനമായി ഇത് പ്രവർത്തിക്കുന്നു. ഇതിൽ 1 മുതൽ 7 വരെയുള്ള പ്ലാറ്റ്ഫോമുകൾ മുംബൈയുടെ ജീവനാഡിയായ ലോക്കൽ ട്രെയിനുകൾക്കും 8 മുതൽ 18 വരെയുള്ളവ ദൂരയാത്രാ ട്രെയിനുകൾക്കുമായി മാറ്റിവെച്ചിരിക്കുന്നു. പ്രതിദിനം 30 ലക്ഷത്തിലധികം യാത്രക്കാരാണ് ഈ സ്റ്റേഷനിലൂടെ ഒന്നിച്ചു കടന്നുപോകുന്നത്. പകൽ സമയത്ത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ തിക്കും തിരക്കുമായി ജീവസുറ്റതായി നിൽക്കുന്ന ഈ സ്റ്റേഷൻ രാത്രിയാകുന്നതോടെ മറ്റൊരു അദ്ഭുത രൂപം പ്രാപിക്കും. വൈകുന്നേരങ്ങളിൽ അത്യാധുനിക LED വിളക്കുകൾ തെളിയുമ്പോൾ ഈ പൈതൃക മന്ദിരം മുഴുവനായി വിവിധ വർണ്ണങ്ങളിൽ തിളങ്ങി നിൽക്കുന്നത് കാണാം. ആ കാഴ്ച കണ്ണുകൾക്കൊരു ഉത്സവമാണ്. സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ ഇന്ത്യൻ ദേശീയ പതാകയുടെ ത്രിവർണ്ണത്തിൽ ഈ കെട്ടിടം പ്രകാശിക്കുമ്പോൾ ഏതൊരു ഇന്ത്യക്കാരന്റെയും മനസ്സിൽ അഭിമാനം നിറയും. 2008 നവംബർ 26 കറുത്ത ദിനങ്ങളിൽ ഈ മണ്ണിൽ ചോര വീണിട്ടുണ്ട്. ഭീകരവാദികൾ ഈ സ്റ്റേഷനിലേക്ക് അതിക്രമിച്ചു കയറി വെടിയുതിർത്തപ്പോൾ നിരവധി നിരപരാധികളുടെ ജീവനാണ് ഇവിടെ പൊലിഞ്ഞത്. എങ്കിലും ആ വലിയ തകർച്ചകളിൽ നിന്നൊക്കെ അതിവേഗം ഉയർത്തെഴുന്നേറ്റ ഈ സ്റ്റേഷൻ മുംബൈ നഗരത്തിന്റെ തന്നെ പ്രതീകമാണ്. ഒരിക്കലും തളരാത്ത, എത്ര വലിയ പ്രതിസന്ധിയിലും എപ്പോഴും മുന്നോട്ട് മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന മുംബൈയുടെ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ്. മുംബൈയിൽ എത്തുന്ന ഏതൊരാളും തീർച്ചയായും കണ്ടിരിക്കേണ്ട, അനുഭവിച്ചറിയേണ്ട ഒന്നാണ് ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ്. അതൊരു വെറും കെട്ടിടമല്ല, ഒരേസമയം ഇന്ത്യയുടെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും കൂട്ടിയിണക്കുന്ന ജീവനുള്ള ചരിത്രമാണ്.